ആൾക്കാർ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന പൈസയാണ്. പൈസ പേടിച്ചിട്ട് ഒരിക്കലും പൈസ ഉണ്ടാകത്തില്ല. എന്തിനാ നിങ്ങൾ പേടിക്കുന്നോ അത് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. പൈസ ഭയപ്പെട്ടിട്ട് ഒരിക്കലും വെൽത്ത് ചെയ്യാൻ സാധിക്കില്ല. ജീവിച്ചു പോകാൻ മാത്രമേ പറ്റുള്ളൂ. ആദ്യം ബിസിനസ്സിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ പേടി. കാരണം നമ്മൾ ആലോചിച്ച് നോക്കാം, ജീവിതത്തിൽ നഷ്ടപ്പെടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ? എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ലോസ് എന്തൊക്കെയാണ് പറയാം? ഒന്ന്, ഹെൽത്ത്. ഇത് നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ട്, നമ്മുടെ ക്രെഡിബിലിറ്റി പോയി. നമ്മൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സൊസൈറ്റിയിൽ നമ്മൾ ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരവസ്ഥ വന്നാൽ വേറെ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഇനി എന്താ? നമ്മുടെ ഫാമിലി ഫ്ലോപ്പായി. നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഫാമിലി ട്രസ്റ്റ് ഇല്ല. ഓരോ വീട്ടിൽ താമസിക്കുന്നവരോ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഇതൊക്കെ എങ്ങനെ പച്ചപ്പ് ചെയ്യണം? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാലാമത്തേത് മണി. ഒരാൾ വിചാരിച്ചാൽ, നമ്മുടെ ഒരു സുഹൃത്തോ റിലേറ്റീവോ വിചാരിച്ചാൽ ഈ ഏരിയയിൽ എന്ത് സഹായിക്കാൻ പറ്റും? നിങ്ങൾ പറയും പ്രാക്ടീസ് സെഷനാണ്. ഒരു ലിവറിനൊരു പ്രോബ്ലം വന്നു, അമൃതയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക, ലേക്ക് ഷോറിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നിങ്ങളുടെ സുഹൃത്ത് വിചാരിച്ചാൽ, നിങ്ങളുടെ വീട്ടിലുള്ളവർ വിചാരിച്ചാൽ ഇവിടെ എന്ത് സഹായിക്കാൻ പറ്റും? അന്നേരം സഹായിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ഒരേ ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയത് ഹെൽത്ത്. എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടെന്ന കുറച്ച് ആരോഗ്യം നമ്മുടെ കസിന് കൊടുത്തേക്കാന്ന് വിചാരിക്കും. നമ്മുടെ ക്രിപ്റ്റോ കറൻസി ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന നേരെ ട്രാൻസ്ഫർ ബട്ടൺ ഞെക്കി അങ്ങോട്ട് വന്നിട്ട് ഇന്ദ്രകുമാർ സാറെ വിളിച്ച് ചോദിച്ചാൽ തിരക്കില്ല. പോയി. രണ്ടാമത്തത് ക്രെഡിബിലിറ്റി പോയാൽ നമ്മുടെ സർക്കിളിൽ ആരും നമ്മളെ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ ഏറ്റവും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടോണ്ട് നിൽക്കാൻ മാത്രമേ പറ്റും. അവന്റെ പേര് പോയി രക്ഷയിൽ ആരും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ. മൂന്നാമത് ഫാമിലി. വീട്ടിൽ മുഴുവൻ വഴക്കാണ്. എല്ലാം ഉണ്ട്. എനിക്കറിയാവുന്ന എത്രയോ ഫാമിലീസ് ഉണ്ട്. 3, 4 വീടും ഇഷ്ടംപോലെ പൈസ സാധനം ഉണ്ടായിട്ട് ഒരു ദിവസം പോലും സമാധാനമായിട്ട് ഉറങ്ങുന്നില്ല. ഹസ്ബൻഡും വൈഫും എന്ന ഒരാൾ കോഴിക്കോട് വന്ന് പറഞ്ഞാൽ മറ്റേ അന്നേരം പറഞ്ഞ് തിരുവനന്തപുരത്തിനാണ്. നേരിട്ട് നമുക്കറിയാവുന്ന ചില ഫാമിലീസ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ദിവസം പോലും നമുക്ക് വെറും 10,000 രൂപ പോലും വരുമാനം ഇല്ലാത്തവർ ചുമ്മാ ഒരു ബൈക്കേ പോയിട്ട് അല്ലെ ബസ്സേ പോയിട്ട് അമ്പലത്തിന്റെ വൈകുന്നേരം അമ്പലത്തിൽ പോയി വൈകുന്നേരം ഇതൊക്കെ കൂടി തൊഴുത് അല്ലെ പള്ളിയിൽ പോയി അതിന്റെ മുമ്പിലെ കടലക്കാരനെ ചെയ്ത് 10 രൂപയുടെ കടലയും മേടിച്ചിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഇഷ്ടം പോലെ. ഈ പറഞ്ഞ 3, 4 വീടും കോടിക്കണക്കിന് രൂപ പൈസ ഉണ്ടായിട്ട് സമാധാനം തുടങ്ങാൻ എത്രയോ ആൾക്കാരുണ്ട്. അപ്പൊ ഇത് പോയാൽ മറ്റാർക്ക് എന്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഇതൊന്നും ട്രാൻസാക്ഷൻ നടത്താൻ പറ്റില്ല. ട്രാൻസാക്ഷൻ ആകെ കൂടി നടത്താൻ പറ്റുന്നത് ഇത് മാത്രമാണ്. ഇതിനെ നമ്മൾ പേടിക്കരുത്. കയ്യിൽ നിന്ന് പോയാൽ വേറൊരാളുടെ ഇത് മേടിക്കാം, നാളെ തിരിച്ചു കൊടുക്കാം, മുഴുവൻ പോയി 0 ആയി മൈനസിലായാലും ഉണ്ടാക്കാം. ഇതിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ റിസ്ക് എടുക്കാം. ഞാൻ ചെറുപ്പം മുതൽ ഇവിടെ റിസ്ക് എടുക്കുന്നു. ഒരു 99% ഇമ്പോസിബിലിറ്റിയും 1% സാധ്യത ഉണ്ടെങ്കിൽ ആ 1% സാധ്യത വിശ്വസിച്ച് പോകുന്നതാണ്. 99% ഇമ്പോസിബിലിറ്റിയാണ്. 1% പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കും. കാരണം ഇതിനകത്ത് നമുക്ക് റിസ്ക് എടുക്കാം. എടുത്താൽ നമുക്ക് ലോങ് ടൈം തിരിച്ച് നമുക്ക് കിട്ടും. ഒരു സംശയമില്ല. ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നേരെ മുഴുവൻ സാറൊക്കെ പറഞ്ഞു നേരത്തെ 10,000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 100 കോടി ആയിരുന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതൽ തിരിച്ച് കിട്ടും. ഇവിടെയാണ് റിസ്ക് എടുക്കുന്നത്. ബാക്കി ഒന്നാ തുടരുത്. ഹെൽത്തെ തുടരുത്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു മനുഷ്യൻ നമ്മുടെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ജീവിച്ചിരിക്കുന്ന ഒരു കോളേജ് സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. എന്ത് ഫുഡാണ് കഴിക്കുന്നത് എന്നറിയാം. ഇവിടുത്തെ ക്രോണിക് ഡിസീസിന്റെ 80% ഫുഡിന്റെ മാത്രം പ്രശ്നം. ആരെങ്കിലും പഠിപ്പിക്കുന്നത്? ഇവിടെ ഹെൽത്ത് സെക്ടർ എന്ന് പറഞ്ഞ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്ന ഗവൺമെന്റ് പൈസ മുടക്കുന്നുണ്ട്. ഒരാളെങ്കിലും എന്ത് ഫുഡാണ് കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ആരെങ്കിലും പറയുന്നത്? എപ്പോഴാണ് കഴിക്കുന്നത്? കഴിക്കേണ്ട ക്വാണ്ടിറ്റി എന്താണ്, ക്വാളിറ്റി എന്താണ്, എത്ര ഒരാളും പഠിപ്പിക്കില്ല. സൂക്കേട് വന്നാൽ ഇങ്ങോട്ട് പോരാ, നമ്മൾ ശരിയാക്കി തരാമെന്നാണ്. നിങ്ങൾ ക്യാൻസർ പഠിപ്പിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് നമ്മൾ തരാം. ഇതല്ലാതെ എന്താ കഴിക്കേണ്ടത് പോലും എങ്ങനെയാണ് ഹെൽത്ത് മാനേജ് ചെയ്യേണ്ടത് നമ്മളെ പഠിപ്പിച്ചില്ല. വേണ്ട. ഇപ്പം മഴക്കാലാണ്, വെള്ളം പൊങ്ങി ഫ്ലഡ് വരികയാണ്, ഒന്ന് നീന്താനെങ്കിലും മിനിമം അതെങ്കിലും ആരെങ്കിലും പഠിപ്പിക്കണം. ഒന്ന് നീന്താൻ. പട്ടി കടിക്കാൻ വന്നത് മരത്തെ കയറി നിൽക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും? ഏതെങ്കിലും സ്കൂൾ മരത്തെ കയറി നിൽക്കാൻ പേപ്പട്ടി വഴി കാണുന്നത് മരത്തേലെങ്കിലും കയറി നിൽക്കാൻ ആരെങ്കിലും പഠിപ്പിക്കണം? ടീച്ചർമാർ എന്നോട് ക്ഷമിക്കുക, നിങ്ങളുടെ കുറ്റമല്ല, ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നിങ്ങളാരും അല്ലേ പറയും. അപ്പോൾ ബേസിക്സ് പോലും, അതായത് ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് ബേസിക്സ് പോലും ഇല്ലാതെ ഏതെങ്കിലും കമ്പനിയിൽ എവിടെയെങ്കിലും പോലും എംപ്ലോയി ആവാനായിട്ട് വേണ്ടി വരുന്ന പ്രിപ്പറേഷൻ മാത്രം നടത്തി അതും നടക്കുന്നുണ്ടോ? ഇല്ല, അതും നടക്കുന്നില്ല. അതെന്താ നടക്കാത്തത്? ഇത് നിങ്ങൾ എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ബിടെക് എന്തൊക്കെ MBA കഴിഞ്ഞ ആൾക്കാർക്ക് ജോലി റെഡിയാക്കി കൊടുക്കുന്ന ഏജൻസികളുണ്ട്, HR കൺസൾട്ടൻസ്. അവരെന്താ ചെയ്യുന്നത് അറിയും? ഈ ബിടെക് MBA കഴിഞ്ഞ ആൾക്കാരെ എടുത്ത് ഈ കമ്പനിക്ക് വേണ്ട ആളാക്കി മാറ്റി കൊടുക്കാൻ 6 മാസം കോഴ്സ് പിന്നെ നടത്തുകയും വരും. കാരണം എന്താണ്? ഇവിടെ പഠിച്ചിറക്കുന്ന എംപ്ലോയീസിന്റെ അവർക്ക് അറിയാവുന്ന സാധനമല്ല, അല്ല പഠിച്ചിറക്കുന്ന സ്റ്റുഡൻസിന് കൊണ്ട് ഇവിടുത്തെ ഇവിടുത്തെ സ്ഥാപനങ്ങൾക്ക് ഉള്ള ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസം അല്ല ഇവന് കിട്ടിയിരിക്കുന്നത്. 4 കൊല്ലം കോളേജിൽ നിന്ന്, 4 കൊല്ലമല്ല, മൊത്തം നോക്കുകയാണെങ്കിൽ എത്ര കൊല്ലം ഇരുന്ന് പഠിച്ചാൽ ഒരു 20 വയസ്സായിട്ട് 22 വയസ്സായിട്ട് പുറത്തിറങ്ങിയ ഒരു എഞ്ചിനീയർക്ക് ഇവിടെ നാട്ടിലുള്ള ഒരു ജോലിക്ക്, ഒരു വേക്കൻസിക്ക് പോയി ജോലി ചെയ്യാനുള്ള സ്കിൽ അവൻ്റെ ഇട്ടിട്ടില്ല. 22 കൊല്ലം ഇരുന്ന് പഠിച്ചിട്ടുണ്ട്.
പിന്നെ എന്ത് നോൺസെൻസ് അവിടെ പഠിപ്പിക്കുന്നത്. അവൻ വീണ്ടും 6 മാസം ഇവിടുത്തെ HR കൺസൾട്ടൻസ് പഠിപ്പിക്കുന്ന കോഴ്സിന് പോയിട്ടാണ് പിന്നെ ഇൻഡസ്ട്രി റെഡിയാക്കി കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇതിവിടെ മാത്രമല്ല, എല്ലാ സിറ്റികളിലും ഉണ്ട്. ഇവിടെ ഇന്നിപ്പോൾ ഇന്ദ്രകുമാർ സാർ പറഞ്ഞു, ഇപ്പോൾ പുതുതായിട്ട് ആരും വന്നിട്ടുള്ളവരോടാണ് ഞാൻ പറയുന്നത്. ഇന്ദ്രകുമാർ സാറിന് ഒന്നും മനസ്സിലായിട്ടില്ല അവിടെ. ഞാൻ നിർത്തി ഈ ഒരു ദിവസം ഇവിടെ ഇത്ര നേരം കൊണ്ട് ഇന്ദ്രകുമാർ സാർ പറഞ്ഞത് മനസ്സിലായി. അതായത് ഇവിടെ 20 കൊല്ലം ഇരുന്ന് പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് 10,000 രൂപയുടെ 15,000 രൂപയുടെ ജോലി കിട്ടുന്നില്ല എന്നിട്ട് ഇവിടെ രാവിലെ 6:30 മണിക്ക് ഫസ്റ്റ് ഡേ കയറുന്ന ദിവസം പൈസ ഉണ്ടാക്കാനും ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലതാണ് ചീത്തയോ? അവിടെ കിട്ടിയില്ല. ആദ്യ ദിവസം മാർക്കറ്റ് താന്നിട്ട് ഇങ്ങനെ മേടിച്ചൊക്കെ അവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കരയുന്നില്ല. അങ്ങനെ മേടിച്ചൊക്കെ അവിടെ ഇരിക്കണം. അവിടെ ഇരുന്ന് ചീഞ്ഞു പോകുകയല്ല. നമ്മൾ പച്ചക്കറി കച്ചവടം അല്ല നടന്നു. ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ എല്ലാവരും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാം ട്രേഡിംഗ് അല്ലേ? എന്താ ട്രേഡിംഗ് അല്ലാതെ? ഇത് ട്രേഡിംഗ് ആണ്. ഈ ഹോൾ അവർ വിൽക്കുക നമുക്ക് ഇന്നത്തേക്ക്. അത് ഫുഡ് ട്രേഡിംഗ് ആണ്, പച്ചക്കറി ട്രേഡിംഗ് ആണ്, ബേക്കറി എന്ന് പറയുന്ന ട്രേഡിംഗ് തന്നെയാണ്. അല്ല ഇതാണ് വലിയ പുതിയ സാധനമൊന്നുമില്ല. ഇത് ക്രിപ്റ്റോ കറൻസിയാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. അതൊക്കെ കാര്യം ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും നമ്മൾ വിഷ്വലൈസ് ചെയ്യേണ്ടത് നല്ല ഗ്രൗണ്ടിൽ ചെന്നിട്ട് മുകളിലേക്ക് രാത്രി നല്ല നക്ഷത്രമുള്ള സമയത്ത് മുകളിലേക്ക് നോക്കുക. ഈ നക്ഷത്രങ്ങളെല്ലാം തെളിഞ്ഞ് നിൽക്കുന്നത് മുഴുവൻ നിങ്ങളുടെ താഴെയുള്ള ഒരു മൊബൈൽ പിടിച്ചുകൊണ്ട് ട്രേഡ് ചെയ്തിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ ഇതുമാത്രം പൈസ ഒക്കെ കയറാമെന്ന് ആലോചിക്കുക. ലോകം മുഴുവനുള്ളത് ഈ നക്ഷത്രം മുഴുവൻ നിങ്ങളുടെ താഴെയുള്ള മൊബൈൽ ഫോൺ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ബിസിനസ്. ലോകം മുഴുവനുള്ള ആൾക്കാർ നല്ല ഗ്രൗണ്ടിൽ പോയിട്ട് മുകളിലേക്ക് നോക്കുക. വേറെ എന്ത് ബിസിനസ് ആക്കാൻ പറ്റും? ഒരു മൊബൈൽ ഫോൺ മതി ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ സ്കില്ല് പഠിച്ചെടുത്തിട്ട് ഞാൻ നിങ്ങൾ ജർമ്മനിയിൽ ഇരിക്കുന്നവർ രാവിലെ ഇവിടെ ചാർട്ട് കിട്ടി കഴിയുമ്പോൾ ജർമ്മനിൽ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ അവിടെ ജർമ്മൻ ഭാഷയിൽ വേറെ ക്രിപ്റ്റോ ഒന്നുമില്ല. ഈ സാധനം ജർമ്മനിൽ വർക്ക് ചെയ്യും. ചൈനക്കാരൻ അയച്ചു കൊടുത്താൽ ചൈനക്കാരനോട് ചെയ്തു. സ്റ്റോക്ക് ഇല്ല, ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ല, കടം മേടിക്കണ്ട, ഇപ്പൊ ക്യാഷ് ആക്കണം, ഇപ്പൊ ക്യാഷ് ആക്കണം. ഇതൊന്നും വേറെ ബിസിനസ് പോസിബിൾ അല്ല. ഡെഡ് സ്റ്റോക്ക് ഇല്ല. വിൽക്കണമെന്ന് വെച്ചാൽ മേടിക്കാൻ ആളുണ്ട്. എത്ര ബിസിനസ് ഉണ്ട്? മാർക്കറ്റിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഏതൊരു കമ്പനി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവും. പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, മേടിക്കാൻ ആളുണ്ട്. ഇത് മേടിക്കാൻ ഇപ്പൊ തീരുമാനിച്ചാൽ ഒറ്റ ചെക്കരുത്, സാധനം കഴിഞ്ഞു. ഇല്ല വേണ്ട, സെൽ ഓർഡർ ഇട്ടിട്ട് ഇരുന്ന അഗ്നിങ് വെച്ച പരിപാടി കഴിഞ്ഞു. നമ്മൾ പോലും അറിയണ്ട. വേറെ എന്ത് ബിസിനസ് നടക്കും? നടക്കില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാം ഫസ്റ്റ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പ്രകൃതിയെ ലോക്സഭ ഞാൻ പല കാര്യത്തിലും ഉത്തരം കിട്ടും. നിങ്ങൾ മരങ്ങളെ നോക്കുക, പ്രകൃതിയെ നോക്കുക. ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളൊഴിച്ച് മനുഷ്യനൊഴിച്ച് മിക്കവാറും എല്ലാ ജീവികളും ഗിവേഴ്സാണ്. നമ്മൾ മാത്രം ടേക്കേഴ്സാണ്. ഇതിന്റെ അർത്ഥം എന്താ? ബാക്കി എല്ലാ ജീവികളും ഗിവേഴ്സാണ്, നമ്മൾ മാത്രം ടേക്കേഴ്സാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാക്കി മിക്കവാറും എല്ലാ ജീവികളും കോൺട്രിബ്യൂട്ടേഴ്സാണ്. നമ്മുടെ പ്രപഞ്ചത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരും നമ്മൾ മാത്രം എവിടെ കിട്ടും, എവിടെ നിന്ന് ഒപ്പിക്കാൻ പറ്റും എന്ന് നോക്കി നടക്കുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മറ്റവരെ വഹിക്കാൻ പറ്റും, ഒപ്പിക്കാൻ പറ്റും. മറ്റവരെല്ലാം ഗിവേഴ്സാണെന്ന് പറയും. അതായത് ഒരു തേനീച്ചയുടെ ജീവിതം ആലോചിച്ചാൽ ഇതൊക്കെ ആ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ഇവര് ഒരു തേനീച്ച എന്ന് പറയുന്ന സ്വന്തം ശരീരഭാരത്തിന്റെ 5 ഇരട്ടി വെയിറ്റ് എടുത്ത് 3 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ കഴിവുള്ള ജീവിതം. എന്നാലോചിക്കുക, നമ്മളെ ശരീരഭാരം ഇവിടെ ഒരു 5 ഇരട്ടി ഫുഡ് വേണേൽ എടുക്കാം. 100 കിലോ ഒരു 50 കിലോ വെയിറ്റ് ഉള്ളവർ 250 കിലോ ഒക്കെ ഇവിടെ അകത്താക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റും. പക്ഷേ 5 ഇരട്ടി വെയിറ്റ് ഹോൾഡ് ചെയ്തിട്ട് 3 കിലോമീറ്റർ വരെ യാത്ര ചെയ്ത് 24 മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് ഈ ഹണി ഉണ്ടാക്കുന്നത്. ഈ സാധനം ഇവരൊക്കെ പണി മുടക്കിയെന്ന് വിചാരിക്കും. കേരളമാണ് മിക്കവാറും ഹർത്താലും സമരമൊക്കെ എല്ലാ ദിവസമുള്ളതാണ്. ഈ തേനീച്ച പണി മുടക്കിയത് പോളിനേഷൻ എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല, പരാഗണം എന്ന് പറഞ്ഞ പരിപാടി നടക്കില്ല. പരാഗണം എന്ന് പറഞ്ഞ പരിപാടി നടക്കുന്നില്ല, നമ്മുടെ അകത്തേക്ക് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പൊ ഇവരാണോ കോൺട്രിബ്യൂട്ടർ? ഈ തിന്നോണ്ടിരിക്കുന്ന നമ്മളാണ്. നമ്മൾ അകത്തേക്ക് അടിക്കുക, 4 ലാർജോട് അടിക്കുക, ഇതൊക്കെ അടിച്ചിട്ട് പോവുകയാണ്. മറ്റേത് ഇവരിങ്ങനെ നിരന്തരം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ പ്രകൃതിയിലെ അടുത്ത ജനറേഷൻ ഉണ്ടാവുന്ന പറയും. തേനീച്ചയുടെ റാണി പറന്ന് ആകാശത്ത് പൊങ്ങിയതിന് ശേഷം നമ്മുടെ കോളേജ് കുമാരിയെ പോലെ പൊങ്ങി പറക്കും. അതിന്റെ കൂടെ പറന്ന് അതിന്റെ ഒപ്പം എത്തുന്ന ഒരു കൂട്ടിന് ഒത്തിരി തേനീച്ചകളുണ്ടാവും. അതിനകത്ത് ഒരെണ്ണം ഈ റാണിയുടെ ഒപ്പം പറന്ന് മുകളിൽ എത്തി കപ്പാസിറ്റി ഉള്ള ആ ഒരാളെ മാത്രമായിട്ടാണ് ഇവർ മേറ്റിംഗ് നടക്കുന്നത്. അതായത് അത്രയും കപ്പാസിറ്റി, അത്രയും ആരോഗ്യമുള്ള ഒരാളുടെ ആയിട്ട് ഉള്ള കുഞ്ഞുങ്ങൾ അടുത്ത ജനറേഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത്. അതിനകത്ത് ആ കൂട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് ആളുടെ കുട്ടിയായിരിക്കും അടുത്ത ജനറേഷൻ അവിടെ കൂട്ടിലുണ്ടാവുന്നത്. ഇതാണ് പ്രകൃതി. ഒരു ആന എങ്ങനെയാണ് ഒരു സെലക്ട് ചെയ്യുന്നത്? ലേഡിയാണ് പലരും സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു പിടിയാന ആ പ്രദേശത്തെ ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഏറ്റവും ബെസ്റ്റ് കൊമ്പുള്ള അതെങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? ഈ കൊമ്പൻ മതം പൊട്ടിയിട്ട് നടക്കുന്ന സമയം ഇല്ലേ, ഈ മരത്തേലെല്ലാം ഇങ്ങനെ മതജലം തേച്ച് വെച്ചു. ഇതിന്റെ സ്മെല്ല് ഏറ്റവും ഭയങ്കര ഒരു വല്ലാത്ത സ്മെല്ലാണ്. ഈ സ്മെല്ല് പിടിക്കുമ്പോഴേ ആ ഫീമെയിൽ പിടിയാനയ്ക്ക് അതിനകത്ത് ഏറ്റവും ആരോഗ്യമുള്ള ആനയാണോ അല്ലയോ എന്ന് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ഏറ്റവും നല്ല കൊമ്പുള്ള, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും ആരോഗ്യമുള്ള ആനയായിട്ട് ഒരു ഇന്റർകോഴ്സ് നടക്കുള്ളൂ. അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത് അവിടെ ഉണ്ടാകുന്നത് അതിന്റെ കുഞ്ഞാണ്. ഇവരെല്ലാം പ്രകൃതി ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന് പ്രകൃതി ആഗ്രഹിക്കുന്ന എന്താണ്? ക്രിയേഷനാണ്. ഏറ്റവും ബെസ്റ്റ് അടുത്ത ജനറേഷൻ ഉണ്ടാവും. ഒട്ടം വിലക്ക് നിൽക്കുന്ന ആരാണ്? നമ്മൾ മനുഷ്യൻ മാത്രമേ ഉള്ളൂ.
ബാക്കി എല്ലാവരും കാരണം എന്തുകൊണ്ടാണ് നമ്മളെ കുറെ സ്കൂളിൽ കൊണ്ടുവിട്ടു, ഇവിടെ കുറെ ദൂരെ വന്നിട്ട് പഠിപ്പിച്ച് ഇതാണ് മറ്റവനെ പറഞ്ഞ ജോലി എങ്ങനെയല്ലേ എവിടെയെങ്കിലും ഒരു ജോലിയോടെ കഴിഞ്ഞു പോകണം, അങ്ങനെയൊക്കെ കഷ്ടിച്ച് ജീവിക്കണം. ഈ ജീവിക്കണം എന്നൊരു സാധനമാണ് നമ്മുടെ മനസ്സിലായി. വേറെ ഒന്നും നിന്റെ കപ്പാസിറ്റി ഒക്കെ നീ അവിടെ ഇരിക്കട്ടെ, ചുമ്മാ തൽക്കാലം ജീവിക്കും. ഇത് മാത്രമേ നമ്മൾ പറഞ്ഞു തരുന്നുള്ളൂ. അതിലപ്പുറം ഒരു സാധനം നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ പഠിക്കുന്നില്ല.